ഹലോ നമസ്കാരം. പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ശ്രീജിത്ത് ആണ്. ഇവിടെ അമീറാണ്. തുടങ്ങാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന ഉരുൾപൊട്ടലും അതുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തവും. ഏകദേശം 300ഓളം പേര് മരിച്ചിരിക്കുകയാണ്. 200ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. എന്തൊക്കെയായാലും രാഷ്ട്രീയ മത നേതാക്കളും അതുപോലെ തന്നെ എല്ലാ മേഖലയിൽ നിന്നുള്ള സിനിമയായാലും രാഷ്ട്രീയമായാലും മതമായാലും എല്ലാ മേഖലയിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും ഒന്നിച്ചുകൊണ്ടാണ് ഈ ഒരു വലിയൊരു പ്രശ്നത്തെ എന്താണ് പറയാ, അവർക്കെല്ലാം ഒരു കൈത്താങ് പോലെ നിൽക്കുന്നത്. അതിപ്പോ അണ്ണാറക്കണ്ണന് തന്നാലായി എന്ന് പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്നവർക്ക് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ എല്ലാ തരത്തിലും ഈ പറയുന്ന കടകളിൽ നിന്ന് തുണിയും അതുപോലെ തന്നെ പലചരക്ക് സാധനങ്ങളും സാനിറ്ററി നാപ്കിൻസും വെള്ളവും ഇപ്പൊ വണ്ടിയായിട്ടാണ് ഹെൽപ്പ് വേണ്ടതെങ്കിൽ വണ്ടി തന്നെ, സ്വന്തം വണ്ടി തന്നെ അങ്ങോട്ടേക്ക് കൈമാറിക്കൊണ്ടാണ് അവിടേക്ക് സഹായവുമായിട്ട് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സൈന്യവും ഇപ്പൊ അവിടെ ഒരുപാട് സഹായങ്ങളുമായിട്ട് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരുപാട് പേര് ഇത്തരത്തില് ഫണ്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫണ്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോ സാധാരണ ജനങ്ങളായാലും അതുപോലെ തന്നെ രാഷ്ട്രീയ മത സിനിമാ നേതാക്കളായാലും എല്ലാവരും ഇത്തരത്തില് പൈസ ഇടുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ നമുക്ക് നോക്കാം, അല്ലേടാ മീറെ? അതെ അതെ. അതായത് ഫഹദ് ഫാസിലും നസറിയും കൂടെ ചേർന്ന് 25 ലക്ഷം കൊടുത്തു. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം കൊടുത്തത് നമ്മൾ കൈയടിക്കേണ്ടത് വിക്രം തന്നെയാണ് കേട്ടോ. തമിഴ്നാട് വിക്രം ഇവിടെ കേരളത്തിൽ എന്ത് പ്രശ്നം വന്നാലും പുള്ളി ആദ്യം ഡൊണേറ്റ് ചെയ്യുന്ന പുള്ളി തന്നെയാണ്. അപ്പോ പുള്ളി 20 ലക്ഷം, പിന്നെ നമ്മുടെ കമൽഹാസൻ 25, സൂര്യയും ജ്യോതികയും കാർത്തി അവര് മിക്കപ്പോഴും ചാരിറ്റി ചെയ്യുന്ന അവർ മൂന്നുപേരോട് ചേർന്ന ഒരു ഫൗണ്ടേഷൻ, ഒരു അഗരം ഫൗണ്ടേഷൻ, അങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അതുപോലെ അവര് മൂന്നുപേരും ചേർന്ന ഒരു 50 ലക്ഷം. എനിക്കൊന്ന് സെലിബ്രിറ്റീസിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള മമ്മൂട്ടിയും മോഹൻലാലിനെക്കാളും കൂടുതൽ വലിയ എമൗണ്ട് കൊടുത്തത് ശരിക്കും സൂര്യയും ജ്യോതിയും കാർത്തിയും കൂടെ തന്നെയാണ്. അതൊക്കെ ഒരു വലിയ കൈയടി കൊടുക്കേണ്ട കാര്യമാണ്. കാര്യം എല്ലാവരും അകം വഴി തന്നെ സഹായിച്ചു. പേളിമാണി അവരൊക്കെ വലിയ എന്താണ് സിനിമ ആക്ടേഴ്സ് പോലും അല്ല, ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് അവരും 5 ലക്ഷം രൂപ കൊടുത്തു. പിന്നെ മോഹൻലാല്, ദുൽഖർ, എല്ലാവരും അകം വഴിഞ്ഞ് രശ്മിക മന്ദാന വരെ 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ദുഃഖാചരണം അറിയിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ഏത് ലെവലിൽ നിൽക്കുന്ന, വയനാട് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു മൂലയിൽ കിടക്കുന്ന ഒരു കൊച്ചു ജില്ലയാണ്, ഒരു കൊച്ചു സ്ഥലമാണ്. അതുപോലെ അവിടെ അമേരിക്കൻ പ്രസിഡന്റ് വരെ ദുഃഖാചരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം എന്താണ് തിരിച്ചറിവ് കിട്ടി, അത്രത്തോളം ആൾക്കാർ ദുഃഖം പങ്കുചേരുന്ന ഒരു ഘട്ടത്തിലും നമുക്ക് പറയാനുള്ളത് ഒരു വേറൊരു ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതുമായിട്ട് എന്താ പറയാ, നമുക്ക് തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത് ശരിക്കും. അതെ, ഇപ്പൊ ധാർമ്മിക രോഷം കൊള്ളുന്ന കാര്യങ്ങൾ നമുക്ക് അവസാനത്തേക്ക് വെക്കാം. എന്തായാലും കുറെ സന്തോഷം തരുന്ന, സത്യം പറഞ്ഞാൽ മനസ്സ് നിറയ്ക്കുന്ന കുറെ കാര്യങ്ങൾ നടന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടിയായിട്ട് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർ വണ്ടിയായിട്ട് സഹായിക്കുന്നു. അതുപോലെ കാര്യം എന്ന് വെച്ചാൽ ഈ ചെളിയിലും അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ഒരുപോലെ ഇറങ്ങാൻ പറ്റുന്ന 4 വീലർ വണ്ടികളൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് ഈ പറയുന്ന ഈ വയനാട്ടിലേക്ക് കാറിന്റെ വണ്ടികളും നല്ല എന്താ ഓഫ് റോഡ് വണ്ടികളെല്ലാം അവർ വിട്ടു നൽകി ഒരുപാട് നല്ല സന്മനസ്സുള്ള ആൾക്കാര്. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ പലചരക്ക് കടയില ചില കടക്കാർ തന്നെ പറയാണ്, പലചരക്ക് സാധനങ്ങൾ കട മൊത്തത്തിൽ നിങ്ങൾ ഒഴിച്ചുകൊണ്ട് പോയിക്കോളൂ, ഈ പറയുന്ന വയനാട്ടിലേക്ക് വേണ്ടി ഈ പറയുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിക്കോളൂ. അതുപോലെ തന്നെ തുണിക്കടകൾ, ചില തുണിക്കടകൾ അത് വലിയ തുണിക്കടയൊന്നും അല്ല, ഒരു കുഞ്ഞൊരു ഷോപ്പായിരിക്കും. ആ ഷോപ്പിലുള്ള എല്ലാ തുണികളും നിങ്ങൾ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് തന്നാൽ കഴിയുന്ന രീതിയിൽ ഇപ്പൊ സാനിറ്ററി നാപ്കിൻസ് ആയാലും വെള്ളമായാലും ഈ പറയുന്ന കുടിവെള്ളമൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും അങ്ങോട്ടേക്ക് കൊടുത്തു വിടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അമീർ നേരത്തെ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് എമൗണ്ട് കൊടുത്തത് ഈ പറയുന്ന പോലെ വിക്രമാണ്. അതുപോലെ തന്നെ ഏറ്റവും ശരിക്കും എമൗണ്ട് കൊടുത്തേക്കുന്നത് ഈ പറയുന്ന അഗരം ഫൗണ്ടേഷന് വേണ്ടി സൂര്യയും കാർത്തിയും ജ്യോതികയുടെ ചേർന്നാണ്. പക്ഷെ എനിക്ക് അതിനെക്കാട്ടി ഭയങ്കരമായിട്ട് എന്താ പറയാ, കുറച്ചുകൂടെ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു സംഭവം എന്ന് വെച്ചാല് പൈസ എന്നതിലുപരി കുറെ പേര് ഇങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛനെയും അമ്മേനെയൊക്കെ നഷ്ടമായിട്ടുണ്ട്, എന്ന് വെച്ചാൽ അനാഥരായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുഞ്ഞു മക്കളെ ദത്തെടുക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് കുറെ പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആരോഗ്യമന്ത്രി തന്നെ അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് അവരെ ഈ പറയുന്ന പ്രശംസിക്കുന്ന കുറെ സംഭവങ്ങളും നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് വെച്ചാല് ഒരു എന്താ പറയാ, ഞാനൊരു മനുഷ്യനായിട്ട് ജനിച്ചത് കൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞ അഭിമാനം കൊള്ളുന്ന ഒരു സംഭവമാണ്
ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറിൽ ഞാൻ കണ്ടത്. ആ ഒരു വീഡിയോ നമുക്ക് എന്തായാലും കാണാം. ചേച്ചി ഒരുപാട് കുഞ്ഞുങ്ങളെ ഈ ചാനലിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവും, മാധ്യമങ്ങളുടെ വാർത്ത വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരുപാട് നെഞ്ചിൽ തട്ടിയോ? ആ, തീർച്ചയായും. ഞാൻ എൻ്റെ കുഞ്ഞ് വിശന്ന് കരയുമ്പോൾ ഉള്ള അതേ ഒരു ഫീലിംഗ് തന്നെയാണ് മറ്റേ ഈ ടി വിയിൽ ഇങ്ങനെ കണ്ടപ്പോഴും എനിക്ക് ഉണ്ടായത്. ആ ഒരു ഇതിൽ നിന്നാണ്. എനിക്ക് മറ്റൊന്നും കൊടുക്കാനില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഏറ്റവും മുലപ്പാൽ അമൃതത്തിന് തുല്യമാണല്ലോ. അങ്ങനെ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാം, ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാം, എത്ര ദിവസം വേണമെങ്കിലും നിന്ന് നൽകാം എന്നൊരു ഇതിലേക്ക് എത്തിയത്. ഇപ്പോൾ ചേച്ചിയാണോ ഇങ്ങനെ ഒരു തീരുമാനം ചേട്ടനോട് പറയുന്നത്? അല്ല, ചേട്ടായി ഹസ്ബൻഡ് ഇങ്ങനെ ഒരു കമൻറ്റ് ഇടുകയുണ്ടായി. അപ്പോൾ എന്നോട് ചോദിച്ചു, അഭിപ്രായം ചോദിച്ചു, നമുക്കങ്ങ് ചെയ്താലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ്, ആരെങ്കിലും ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായും പോകാം എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഒരമ്മ, ആ അമ്മയ്ക്ക് ഒരു കൈക്കുഞ്ഞുണ്ട്. അപ്പോ അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായപ്പോ, വയനാട്ടിൽ ഒരു സാഹചര്യം ഉണ്ടായപ്പോ അവിടെ ഒരുപാട് ഈ പറയുന്ന അനാഥരായിട്ടുള്ള കുഞ്ഞു മക്കളുണ്ട്, പാല് കൊടുക്കാൻ പ്രായത്തിലുള്ള കൈക്കുഞ്ഞുങ്ങൾ. അപ്പൊ അവർക്ക് ഞാൻ പാല് കൊടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ മുലയൂട്ടാൻ തയ്യാറാണ് എന്നുള്ള രീതിക്ക് മുന്നോട്ട് വരുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. സത്യത്തില് ആ ഒരു ചേച്ചിക്ക് മാത്രം കയ്യടി കൊടുത്താൽ പോരാ, ആ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ഹസ്ബൻഡിനും അതുപോലെ തന്നെ വീട്ടുകാർക്കും നാട്ടുകാരുൾപ്പെടെ ഭയങ്കര സപ്പോർട്ടാണെന്നാണ് ആ പുള്ളിക്കാരി പറയുന്ന ആ വീഡിയോയില്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് കേരളം. അല്ലാതെ ഈ പറയുന്ന പോലെ ഈ നോർത്തുകാർ പറയുന്ന പോലെ ഇവിടെ ഈ പറയുന്ന പോലെ ഒരുപാട് ഈ മതപരിവർത്തനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത് പറയാറായിട്ടില്ലല്ലോ. ഇനിയും പ്രശ്നങ്ങൾ പറയാനുണ്ട്, നമുക്ക് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യണ്ടേ. അതെ, കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ല ആൾക്കാരുണ്ട്, വളരെ നല്ല ആൾക്കാരും ഉണ്ട്, വളരെ മോശപ്പെട്ട ആൾക്കാരും ഉണ്ട് ശരിക്കും. അതെ, അത്തരത്തിലൊരു സംഭവമാണ് ഇനി പറയാനുള്ളത്. കാര്യം ഈ ഒരു വീഡിയോ നമ്മൾ കണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ ഇവരൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഇത്തരത്തിൽ തനിക്ക് മുലയൂട്ടാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് ആ ഒരു പോസ്റ്റ് ഇടുകയാണ് ചെയ്തത്. പക്ഷെ അതിന്റെ താഴെ വന്ന കമന്റുകൾ എന്ന് വെച്ചാല് എന്താ പറയാ, യുവമാരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. കാര്യം എന്ന് വെച്ചാല് ഇവരിട്ട ആ ഒരു ചേച്ചിയും കുടുംബവും ഇട്ട കമന്റ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്: ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ, എന്റെ വൈഫ് റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുന്നത്. പക്ഷെ അതിന്റെ താഴെ വന്ന കമന്റുകൾ എന്ന് വെച്ചാല് എന്താ പറയാ, കുറെ എന്താ പറയുന്ന പിതാക്കന്മാര്, ഞരമ്പ് രോഗികൾ എവിടെയും കാണുമല്ലോ ഇതുപോലെ കുറെ. അല്ലല്ല, എനിക്ക് ഞരമ്പ് രോഗികളെന്നല്ല പറയാൻ തോന്നുന്നത്. എന്ന് വെച്ചാൽ പിതാവിന് മുന്നേ ഉണ്ടായ കുറെ പുത്രന്മാര്, എന്ന് വെച്ചാൽ തന്തയ്ക്ക് മുന്നേ ഉണ്ടായ കുറെ തൈരന്മാരെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതില് എന്താ പറയാ, സുകേഷ് പി മോഹനൻ നല്ല കറവയുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെയുള്ള ഒരു കമന്റാണ് ഇട്ടേക്കുന്നത്. അപ്പൊ യുവമാരെയൊക്കെ വീട്ടിലും ഈ ഇത്തരത്തിൽ തന്നെ ആയിരിക്കും ഈ പറയുന്ന. എന്ത് കുടിച്ചാണ് വളർന്നത്? കാടിവെള്ളം കുടിച്ചാണോ വളർന്നത്? പശുവാണോ? അതെ, അത് മാത്രമല്ല, ഒരു സുരേന്ദ്രൻ OV എന്ന് പറയുന്ന ഒരാള് ദിവസം 5 ലിറ്റർ തരുമോ എന്നുള്ള രീതിക്കൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന പോലെ എവന്റെ വീട്ടിലും ഈ പറയുന്ന മക്കളും ചെറുമക്കളും ഈ പറയുന്ന വൈഫും സഹോദരിമാരും ഓവിയൊക്കെ ഏതെങ്കിലും കക്കൂസിന്റെ ഓവിയകത്ത് കയറ്റി അടച്ച് അങ്ങ് ഫ്ലഷ് അടിച്ചു വിടണം. അതാണ് അവനൊക്കെ അർഹിക്കുന്നത്. അതെ, അത്രേ ഉള്ളൂ. ഇവനൊക്കെ കൊച്ചിലെ എന്ത് കുടിച്ചാ വളർന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ഈ പറഞ്ഞ കളിയാക്കുന്ന ഈ സാധനം കുടിക്കാതിരുന്ന ഇവനൊക്കെ ഇന്ന് ഇവിടുന്ന് ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഉണ്ടാക്കാൻ വേണ്ടി അവൻ ജീവനോട് ഉണ്ടാവത്തില്ലായിരുന്നു അന്ന് ആ പാല് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ. അതിനാണ് അവൻ കുടിച്ച അന്നത്തിന് തന്നെയാണ് അവൻ കളിയാക്കുന്നത്. അതെ, എടാ, ഇത് ഇതൊരു ഇങ്ങനൊരു സാഹചര്യമാണെന്ന് മനസ്സിലാവണം. എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാവരും ഇങ്ങോട്ടേക്ക് അമേരിക്കൻ പ്രസിഡന്റ് വരെ ഈ ഒരു അനുശോചന രേഖപ്പെടുത്തി ഈ ഒരു ഘട്ടത്തിലും ഇത്രത്തോളം ദുഷിച്ച ചിന്താഗതിയായിട്ട് ഇത്രത്തോളം എന്താ പറയാ, അവനൊക്കെ തൂക്കി കാലേവാരി നിലത്തടിക്കാൻ തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ആൾറെഡി കാലേവാരി കണ്ണൂരുള്ള കുറച്ച് ആൾക്കാരെ ചുണക്കുട്ടികൾ ചേർന്ന് ആ കൂട്ടത്തിൽ ഒരുത്തനെടുത്ത് കാലേവാരി നിലത്തടിച്ചെന്ന് തോന്നുന്നല്ലേ. അതെ, അതിന്റെ വീഡിയോ നമുക്ക് കാണാം എന്തായാലും. ഓക്കെ, അത് മാത്രമല്ല മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: അതിന് മാത്രം പാലുണ്ടോ? അഡ്വർടൈസ് ചെയ്യാൻ മാത്രം ഗിന്നസ് റെക്കോർഡ് കിട്ടും. എന്താ പറയാ, അതിന് വന്നൊരു കമന്റ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്: അതിനെതിരെ മറ്റൊരാൾ കമന്റ് ചെയ്താണ്, സപ്പോർട്ട് ചെയ്തുകൊണ്ട്. എന്ന് വെച്ചാല് സപ്പോർട്ട് എന്ന് വെച്ചാല് മുലയൂട്ടുന്നതിനെ എതിർത്തുകൊണ്ടാണല്ലോ ഈ പറയുന്ന നേരത്തെ ഞാൻ വായിച്ച കമന്റ് വന്നത്. അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു കമന്റ് ആണ്: ഒരമ്മ 5 വയസ്സ് വരെ കുട്ടിക്ക് പാൽ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് കഴിയും, അതായത് 5 വർഷം. വീട്ടിൽ അമ്മയോട് പോയെന്ന് ചോദിച്ചു നോക്ക്.
നോക്കേ, ചിലപ്പോ ഉത്തരം കിട്ടും. ശരിക്കും ഉത്തരം അർഹിക്കുന്ന ഒരു കാര്യമല്ല ഈ കമന്റ്, എന്നാലും പറയുകയാണ്. എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ യുവമാരെ പോലെയുള്ളവന്മാരെ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, അതൊരു സാഹചര്യം നോക്കും പോലും നോക്കാതെയാണ് ഇത്തരത്തിലുള്ള നാറുകൾ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നതെന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു വിജയ് എന്ന് പറയുന്ന ഒരാള് കമന്റ് ചെയ്തേക്കുന്ന ഇങ്ങനെയാണ്: മൂപ്പർക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവളാണ് പറയേണ്ടത്. ഏത് പുള്ളിയാണല്ലോ ഇത്തരത്തിലൊരു കമന്റ് ഇട്ടത്. അപ്പം പുള്ളിക്ക് ഇത്തരത്തിൽ കുടിക്കാൻ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു കമന്റ് ചെയ്തത്. ഇത് യഥാർത്ഥ സത്യം ചോദിക്കണമെങ്കിൽ ആ പെണ്ണിനോട് ചോദിക്കണം എന്നുള്ള രീതിക്കാണ് കമന്റ് വന്നേക്കുന്നത്. എന്തായാലും എന്താ പറയാ, യുവമാരെയൊക്കെ എന്ത് ചെയ്യണോന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യമാണ്. എന്ന് പറയാൻ പറ്റില്ല. കാലവാരി നിലത്തടിക്കണം, എന്നിട്ട് ഇവനെയൊക്കെ വല്ല മുക്കാലിലടിച്ച് നാട് കിടത്തണം ഇവിടെ നിന്ന്. അതെ അതെ, തീർച്ചയായും. ഈ മുലപ്പാലം എന്ന് പറയുമ്പോ അവനൊക്കെ എന്താണ് അവന്റെ മനസ്സിൽ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ എന്ത് കുടിച്ചാണ് വളർന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയയും കിട്ടുന്നില്ലെന്ന് നീ പറയുമ്പോഴേ ഇവനൊക്കെ കാലേ വാരി നിലത്തടിക്കണമെന്ന് മൂക്കാമണ്ട് അടിച്ച് കലക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അത് മാത്രമല്ല നാട്ടുകാർ പിടിച്ച് നല്ല വൃത്തി കൊടുക്കുകയും ചെയ്തു. നമ്മളിപ്പോ കണ്ട വീഡിയോയിലുള്ള പോലെ എല്ലാം. അതായത് ഫേസ്ബുക്കിൽ ഫേക്ക് ഐഡി ഒന്നും അല്ല, ഇവനൊക്കെ മോന്തയും വെച്ച് ഇളിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോയും വെച്ചിട്ടാണ് ഈ കിടന്ന് വേലത്തരം കാണിക്കുന്നത്. എടാ, അത് മാത്രമല്ലടാ, പെണ്ണുമ്പിള്ളേരെ കൂടെയും മക്കളുടെ കൂടെ ഇരിക്കുന്ന പ്രൊഫൈൽ ഫോട്ടോയും അങ്ങനെയുള്ള ഫോട്ടോസ് ഉൾപ്പെടെ ഇട്ടിട്ടാണ് യുവമാർ ഈ പറയുന്ന തടവയില്ലാത്തരം കാണിക്കുന്നതെന്നാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുവമാരെ കമന്റ് ബോക്സിൽ തന്നെ എന്താ പറയുന്ന പ്രൊഫൈൽ ഫോട്ടോ നോക്കിയിട്ടായിരിക്കും പിന്നീട് കമന്റ് ചെയ്യുന്നത്. ഈ ചേച്ചി കൊടുക്കുമോ എന്നുള്ള രീതിക്കൊക്കെ കമന്റുകൾ അത്തരത്തിലും പോകുന്നുണ്ട്. നമുക്ക് ഇവരെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. ഇവരെ പല ഫോട്ടോയുടെ അടിയിലും ഈ പറയുന്ന ഈ നേരത്തെ കമന്റ് ചെയ്തതിന് ദേഷ്യപ്പെട്ടിട്ട് മറ്റു പലരും ചെന്ന് ഒരു ഹേറ്റ് കമന്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ വേറൊരു സിറ്റുവേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ചിലവന്മാർ ഇത്തരത്തില് എന്താ പറയാ, യുവമാരെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യുവമാരെയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് 10 വാഴ വെച്ച അല്ലെങ്കിൽ 10 തെങ്ങിന് തട എടുത്തു കഴിഞ്ഞാൽ അതായിരുന്നു ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കമന്റ് ആണ്, വലിയ കുട്ടികൾക്ക് കൊടുക്കുമോ എന്നൊരു കമന്റ് ആണ്. എന്താ പറയാ, ഇതിനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കമന്റ് ആണ്, ഒരു എന്താ പറയാ ഒരാള് കമന്റ് ചെയ്തേക്കണേ, കൊയിലാണ്ടി എന്ന് പറയുന്ന ആള് പോസ്റ്റ് ചെയ്തൊരു സംഭവമാണ്. എനിക്കും കുഞ്ഞുമക്കൾ ആണുള്ളത്. വയനാട്ടിലെ ക്യാമ്പിൽ കുഞ്ഞുമക്കൾ ഉണ്ടെങ്കിൽ അവരെ മുലപ്പാൽ നൽകി സംരക്ഷിക്കാൻ ഞാനും ഭാര്യയും തയ്യാറാണ്. അമ്മ ഒരു പാഠമല്ല, അനേകായിരം പാഠങ്ങൾ ഉൾക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. ദുരന്തമുഖത്തേക്ക് എത്തിയ സ്നേഹ സന്ദേശം. നല്ല ചിന്തയും നല്ല പ്രവൃത്തിയും സംസ്കാരവും കൊണ്ടാണ് നല്ല മനുഷ്യനാവുന്നത്. എന്തോരം നല്ല മനുഷ്യനാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഒത്തൊരുമിക്കാം നാടിനൊപ്പം. ഇത്തരത്തിലൊരു വയനാടിനെ സപ്പോർട്ട് ചെയ്യുന്ന, വയനാടിന്റെ മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമന്റ് വന്നപ്പോ അതിന്റെ അടിയിൽ വന്ന മറ്റൊരു കമന്റ് ആണ്, ഇവന്റെ വൈഫ് ജേഴ്സി പശുവാണോ എന്നുള്ള രീതിക്ക് എന്താണ് ബാബുരാജ് വെണ്ണിയാമ്പലം എന്ന് പറയുന്ന ഒരാളാണ് കമന്റ് ചെയ്തേക്കുന്നത്. എന്ത് പറയണമെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. കാര്യം ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇങ്ങനെ എന്താ പറയാ ബോധമില്ലാതെ അല്ലെങ്കിൽ എന്താ പറയാ എന്ത് പറയണമെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്തായാലും ഇത്രയും സത്യം പറഞ്ഞാൽ സന്തോഷമേ ഉള്ളൂ. കാര്യം ഇത്രയും വലിയൊരു പ്രോബ്ലം ഉണ്ടായപ്പോ എല്ലാവരും ഒരുമിച്ച് ചേർന്നതിന് നമ്മൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ഈ കീടാണുക്കളുണ്ടല്ലോ, ഈ എന്താ പറയുക, എത്ര ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്താലും അവസാനിക്കുന്ന കുറച്ച് കീടാണുക്കൾ പോലെ ഇത്തരത്തിലുള്ള കുറെ നെഗറ്റീവ് ഓളികൾ നമുക്ക് എല്ലായിടത്തും കാണും. അപ്പൊ അവരൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ച് അറബിക്കടലിൽ തന്നെ പോകും. എന്തായാലും നന്മയുള്ള ജനങ്ങള് മാത്രമേ നമുക്ക് നമ്മുടെ എന്താ പറയാ നമ്മുടെ ചുറ്റിനും ഉള്ളൂ എന്ന് മാത്രം വിചാരിക്കുക. ഇങ്ങനെയുള്ള കമന്റുകൾ, നെഗറ്റീവ് കമന്റുകളെയും അതുപോലെ തന്നെ നെഗറ്റീവ് ആൾക്കാരെയും നമുക്ക് തള്ളിക്കളയാം. എന്താ പറയാ, കേരളം ഒറ്റക്കെട്ട് തന്നെയായിരിക്കും, ഒരുമിച്ച് തന്നെ ഉണ്ടാകും. ഏതൊരു പ്രതിസന്ധിയെയും നമ്മൾ മറികടക്കും. 2018 വലിയൊരു സിറ്റുവേഷൻ നമ്മൾ തരണം ചെയ്തതാണ്. അത്തരത്തിൽ ഈ ഒരു സിറ്റുവേഷനും നമ്മൾ തരണം ചെയ്യുക തന്നെ ചെയ്യും. എന്തെങ്കിലും നമുക്ക് കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിക്കുകയുണ്ടാടാ? കൺക്ലൂഡ് ചെയ്ത ഇതുപോലെ ഈ ഞരമ്പന്മാരായിട്ടുള്ളവന്മാരെല്ലാം DP ഉണ്ടല്ലോ, ഇവരെല്ലാം സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനം ഈ നാട്ടിലുണ്ടെന്ന് പറഞ്ഞ് എന്ത് പോഴത്തരവും എന്ത് ഊച്ചാളിത്തരവും പറയാമെന്നൊന്നും ഒരുത്തനും വിചാരിക്കണ്ട. ഇതിനൊക്കെ ഈ സത്യം പറഞ്ഞ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കരണക്കുറ്റി അടിച്ച് പൊളിക്കും. അമ്മാതിരി ദേശത്ത് ഞാൻ നിൽക്കും ഇത് കണ്ടപ്പോ തന്നെ. കാര്യം ഇവനൊക്കെ എന്ത് ഭാവിച്ചാണ്, എന്താണ് എന്താ ഇവിടെ നടന്നത് ഇതുപോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഉരുള് പൊട്ടിയോ അതെന്ത് സാധനം ചോദിക്കും. അതായത് ഈ സമൂഹത്തിൽ നടക്കുന്ന യാതൊന്നിനോട് യാതൊരു ധാരണ ഇല്ലാതെ ഇങ്ങനെയുള്ള ഈ ഒരു സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ ഇതുപോലെ സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും
അതെ അതെ ഇങ്ങനെയുള്ളവന്മാർ തന്നെയാണ് ഈ വരുന്ന പീഡന കേസിലടക്കം പ്രതികളാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു സമൂഹത്തിനെ പറ്റി യാതൊരു അവബോധവും ഇല്ലാത്ത, ആർക്കും ഉപയോഗമില്ലാതെ എന്തിനു വേണ്ടി ജീവിക്കുന്ന കുറെ ജന്മങ്ങളാണ് ഈ കമന്റ് ഇട്ടേക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. എന്തായാലും നമുക്ക് ഈ പറയുന്ന പിതാവിന് മുന്നേ ഉണ്ടായ ഇത്തരത്തിലുള്ള പുത്രന്മാർക്ക് ആദരാഞ്ജലികൾ നമ്മൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ? അതെ, ആ പാവപ്പെട്ട മരിച്ചുപോയ കുട്ടിയൊക്കെ എല്ലാം പകരം ഇതുപോലുള്ള കുറെ പൂളകളാണ് ഒലിച്ചു പോയിരുന്നെങ്കിൽ കുറച്ച് സന്തോഷിക്കാനെങ്കിലും വകയുണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതെ തീർച്ചയായും.